Hello everybody. Dear students, welcome to the online class conducted by PPTM YHSS JO in this new academic year. Dear students, I hope you are well in this pandemic situation. Today we learn the second part of our social science textbook. The first chapter of this social science second part textbook is Seasons and Time. Dear students, we have 10 chapters to learn in this second part of textbook. The first chapter titled as Seasons and Time. Like the title of this chapter, we can divide this chapter into two parts. The first one is seasons and second one is time. When we coming to our chapter, we have to find out the solutions or answer for two questions. The first question is how seasons are occur in our earth, and second question is how calculate time. Dear students, we are trying to find out the answer for these two questions. Dear students, today we discuss about the first question, that is how seasons are occur in our earth. Dear students, everyone knows what a season is. We experience different varieties of seasons in our life. Do you know about the seasons? That is, basically the seasons is spring, summer, winter and autumn. Dear students, when we coming to the point that the seasonal changes are on the cause of variations in the amount of sunlight in our earth. We know that sunlight is not same everywhere in our earth. നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തേക്കും ഒരുപോലെയല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നത് എന്നുള്ളത് നമ്മൾ 9ാം ക്ലാസ്സിലെ ഏർലിയർ ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഇതേ രൂപത്തിലുള്ള സീസൺസ് അതുപോലെ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. വെൻ വി കമ്മിങ് ടു ദി സ്പെസിഫിക് റീസൺസ് ഓഫ് ദി സീസണൽ ചേഞ്ചസ്, ദ ഫസ്റ്റ് റീസൺ ഈസ് revolution of the earth. Regarding to the revolution, we studied in earlier classes what is revolution and what is rotation. When we coming to the point of what is revolution, revolution is the earth revolves around the sun in an elliptical orbit. ഒരു ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ഡയഗ്രാം എല്ലാവരും ശ്രദ്ധിക്കുക. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിൽ, ദിസ് ഈസ് എ പാത്ത് ഓഫ് ട്രാവലിംഗ് ഓഫ് എർത്ത്, അവർ എർത്ത്. ഇതൊരു നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന ഒരു സാങ്കല്പിക സഞ്ചാരപഥമാണ്. അതാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഒരു ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലയം വെക്കുന്നു എന്നുള്ള കാരണമാണ് നമ്മുടെ ഭൂമിയിൽ ഈ സീസണൽ ചേഞ്ചസിനുള്ള ഫസ്റ്റ് റീസൺ ആയിട്ട് നമ്മൾ എണ്ണുന്നത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ദ വേരിയേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഇൻ അവർ എർത്ത്. ഓക്കെ, എല്ലാ സ്ഥലത്തും, ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നത് എന്നുള്ളത്. ഈ ഡയഗ്രാമിൽ നമുക്കത് കൃത്യമായി സ്പെസിഫിക്കായി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നോക്കാം. ഓക്കെ, ഒരു റവല്യൂഷൻ പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 365 ഡേയ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരു റവല്യൂഷൻ പീരീഡ് എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. ഈ 365 ദിവസത്തിൻ്റെ ഈ റവല്യൂഷൻ പീരീഡിൽ ഭൂമി സൂര്യനുമായിട്ട് നിയർനെസ് ആയിട്ട് വരുന്ന സമയമുണ്ട്, അതേപോലെ തന്നെ ഫാർ ഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സമയമുണ്ട്. നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ റവല്യൂഷൻ പീരീഡിൽ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സമയങ്ങളുണ്ട്, ചില സമയങ്ങളിൽ ഫാർ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വേരിയേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് സൺലൈറ്റ്, ചിലപ്പോൾ അടുത്ത് വരുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കൂടും, ദൂരത്താകുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ, ഈ ഒരു പൊസിഷൻ ചേഞ്ചിങ്ങിനനുസരിച്ച് റവല്യൂഷൻ പീരീഡിൽ സൺലൈറ്റിൻ്റെ എമൗണ്ട് ലഭ്യമാകുന്നതിൽ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സീസണുകളൊക്കെ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺ ആയിട്ട് നമ്മൾ എണ്ണുന്നത്. ഓക്കെ, വെൻ വി കമ്മിങ് ടു ദി സെക്കൻഡ് പോയിന്റ് ഓർ സെക്കൻഡ് റീസൺ ഓഫ് ദി സീസണൽ ചേഞ്ചസ്, ദാറ്റ് ഈസ് ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്. Dear students, do you know about the tilt of the earth axis?
മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഭൂമിക്ക് ഒരു ആക്സിസ് ഉണ്ട് എന്നുള്ളത്, ഒരു ഇമാജിനറി ആക്സിസ് ആണ് എന്നുള്ളതും ആ ഇമാജിനറി ആക്സിസിൽ ഭൂമി ചരിഞ്ഞു നിന്നുകൊണ്ടാണ്, സ്ലാൻഡിങ് ആയിട്ടാണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഭൂമി സൂര്യനെ റിവോൾവ് ചെയ്യുന്നത്, അതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്? ദി എർത്ത് ഈസ് inclined in an angle of 23.5 degree from vertical plane and 66.5 degree from orbital plane. Okay, do you understand about the inclination of earth axis or tilt of the earth axis? Our earth is inclined in an angle of 23.5 degree from vertical plane and 66.5 degree from orbital plane. Okay, ഓർബിറ്റൽ പാത്തിൽ നിന്ന്, സഞ്ചാരപഥത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ചരിവ് 66.5 ഡിഗ്രിയും അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ചരിവ് 23.5 ഡിഗ്രിയുമാണ്. ഈ ചരിവ് നിലനിർത്തുന്നത് കൊണ്ടാണ്, ഈ ടിൽറ്റ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഭൂമി സൂര്യനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതിനോട് കൂടെ തന്നെ ഇതുപോലെയുള്ള ഈ ടിൽറ്റ് നിലനിർത്തുന്നത് കൊണ്ടാണ്, ഇൻക്ലിനേഷൻ നിലനിർത്തുന്നത് കൊണ്ടാണ് ഭൂമിയിലെ മാക്സിമം സ്ഥലത്തേക്ക് സൂര്യൻ എത്തുന്നതും സൂര്യൻ്റെ പ്രകാശം വെർട്ടിക്കലി ആയിട്ട് പതിക്കുന്നതും അതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സീസൺസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാരണവുമായിട്ട് നമ്മൾ എണ്ണുന്ന സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്. Dear students, when we coming to the third reason of seasonal changes in our earth is apparent movement of the sun. What is the meaning of apparent movement of the sun? കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകും. സാധാരണ ഭൂമിയാണല്ലോ റൊട്ടേഷനും അതുപോലെ തന്നെ ഈ റവല്യൂഷനൊക്കെ നടത്തുന്നത്. സൂര്യൻ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു സെൻറ്റൻസ് പറയാനുള്ള കാരണം? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് പലപ്പോഴും ഇത് പറയുമ്പോൾ, ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീസൺ പറയുമ്പോൾ സംശയങ്ങളുണ്ടാകും. ഓക്കെ, അപ്പാരൻറ്റ് മീൻസ് ദാറ്റ് ഈസ് അതൊരു ആപേക്ഷികമായിട്ട് നമ്മൾ പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ ബസ്സിൽ വരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മൾ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയാൽ മരങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ? നമുക്ക് തോന്നുകയാണ് സത്യത്തിൽ മരങ്ങളല്ലല്ലോ സഞ്ചരിക്കുന്നത്, നമ്മളാണ് സഞ്ചരിക്കുന്നത്, വാഹനമാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇതേ രൂപത്തിൽ മരങ്ങളിങ്ങനെ ബാക്കിലോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, റവല്യൂഷനും ടിൽറ്റും ഈ രണ്ട് റീസൺ കാരണമായിട്ട് ഭൂമിയിൽ സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇയർ സ്റ്റേബിൾ ആയിരിക്കില്ല. എല്ലാ സമയത്തും 365 ദിവസവും ഭൂമിയിൽ സൂര്യൻ്റെ സ്ഥാനം ഒരേ പൊസിഷനിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ഈ ടിൽറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമി സൂര്യനെ വലയം വെക്കുന്നത് കൊണ്ട് റവല്യൂഷൻ പീരീഡ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചില സമയങ്ങളിൽ പൊസിഷൻ ഓഫ് ദി സൺ എങ്ങോട്ടായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ചില സമയങ്ങളിൽ സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ദാറ്റ് മീൻസ് ദി സൺ ഡസിൻ മൂവ്. ഒരിക്കലും സൂര്യൻ സഞ്ചരിക്കുന്നില്ല, മറിച്ച് ആരാണ് സഞ്ചരിക്കുന്നത്? ഭൂമിയാണ് കറങ്ങുന്നത്. ഭൂമി ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട് കറങ്ങുമ്പോൾ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ദാറ്റ് ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. ഓക്കെ, ദാറ്റ് ഈസ് എ റിലേറ്റീവ് തിങ്. നമ്മൾ നേരത്തെ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, റിലേറ്റിവിറ്റിയെക്കുറിച്ച്, ആപേക്ഷിക സ്ഥാനത്തെക്കുറിച്ചും റിലേറ്റിവിറ്റിയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് അപ്പാരൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവായിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ദി സൺ നോട്ട് സ്റ്റേബിൾ ത്രൂ ഔട്ട് ദി ഇയർ. ഒരേ പൊസിഷനിലായിരിക്കില്ല ഉണ്ടാവുക. നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ 0 ഡിഗ്രിയിൽ ലാറ്റിറ്റ്യൂഡിനെയാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്, അല്ലേ? നോർത്ത് വാർഡിൽ 23.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് വാർഡിൽ 23.5 ഡിഗ്രിയെ ലാറ്റിറ്റ്യൂഡിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൂര്യൻ്റെ പൊസിഷൻ മാക്സിമം
റീച്ച് ചെയ്യുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും, സൗത്ത് വാർഡിലെ പൊസിഷൻ ഓഫ് ദി സൺ മാക്സിമം എത്തുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലങ്ങൾ 23.5 ഡിഗ്രി നോർത്ത് വാർഡിലും 23.5 ഡിഗ്രി സൗത്ത് വാർഡിലും മാത്രമാണ്, ഈ ലാറ്റിറ്റ്യൂഡുകൾക്കിടയിൽ മാത്രമാണ് സൂര്യൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ഇടങ്ങളിലേക്ക് 23.5 ഡിഗ്രിയുടെ അപ്പുറത്തേക്ക് ലാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അവിടേക്കൊന്നും സൂര്യൻ എത്തുന്നില്ല? മാക്സിമം ഇങ്ങോട്ടേ എത്തുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സൺലൈറ്റ് സ്ലാൻഡിങ് ആയിട്ടാണ് പതിക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടാണ് പതിക്കുന്നത്, ചരിഞ്ഞിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കും അന്റാർട്ടിക്കും ഒക്കെ ഭൂമിയുടെ ഏറ്റവും നോർത്തേൺ ആൻഡ് സതേൺ, നോർത്ത് ഭാഗത്തും സതേൺ അറ്റത്തുമൊക്കെ ഈ ആർട്ടിക്കും അന്റാർട്ടിക്കും ഒക്കെ സ്ഥിതി ചെയ്യാനുള്ള കാരണം എന്താണ്? അങ്ങോട്ടൊന്നും വെർട്ടിക്കലി സൺലൈറ്റ് പതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറിച്ച് വെർട്ടിക്കലി പതിക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിലാണ്. മാക്സിമം ഇതിങ്ങനെ ഭൂമി സൂര്യനെ വലയം വെക്കുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ റവല്യൂഷൻ നടക്കുമ്പോഴും ഒക്കെ ഈ ടിൽറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭൂമി സൂര്യനെ വലയം വെക്കുന്ന സമയത്ത് മാക്സിമം സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തുക. അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് സതേൺ ഹെമിസ്ഫിയറിലേക്ക് എത്തുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ? ദി സൺ ഷിഫ്റ്റ് അപ്പാരൻ്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദാറ്റ് ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. റവല്യൂഷൻ പീരീഡിൽ ഭൂമിയിൽ സൂര്യൻ്റെ പൊസിഷൻ ഓഫ് ദി സൺ അപ്പാരൻ്റ്ലി ഷിഫ്റ്റ് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, വർഷത്തിലിടയിൽ ചില സമയങ്ങളിൽ സംടൈം ദ പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഓൺ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, സംടൈം ഇറ്റ് വിൽ ബി ഓൺ ദി ഇക്വേറ്റർ, സംടൈം ഇറ്റ് വിൽ ബി ഓൺ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ത്രൂ ഔട്ട് ദി ഇയർ. വർഷത്തിലുടനീളം ചില സമയങ്ങളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തും, ചില സമയങ്ങളിൽ ഇക്വേറ്ററിലേക്ക് എത്തും, ചില സമയങ്ങളിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പൊസിഷൻ ഓഫ് ദി സൺ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. We studied the three main reasons for the seasonal changes in our Earth. The first reason is revolution of the Earth, and second reason is tilt of the Earth axis, and third reason is apparent movement of the sun. Okay, what is revolution? The Earth revolves around the sun in an elliptical orbit. Okay, what is tilt of the Earth axis? Our Earth is tilted at an angle of 23.5 degree from vertical plane and 66.5 degree from orbital plane. Okay, and third reason, main reason is apparent movement of the sun. What is apparent movement of the sun? The position of the sun apparently shift between tropic of Cancer and tropic of Capricorn. Okay, do you understand about these three main reasons? ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 6 months ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് 6 months ഇൻ സതേൺ ഹെമിസ്ഫിയറിലായിരിക്കും. എന്ന് പറഞ്ഞാൽ 6 മാസം സൂര്യൻ്റെ പൊസിഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിലും 6 മാസം അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഇൻ സതേൺ ഹെമിസ്ഫിയർ. എവിടെയാണ് സൂര്യൻ്റെ പൊസിഷൻ ഉള്ളത് അവിടെ നല്ല ചൂടായിരിക്കും ഉണ്ടാവുക, എവിടെയാണ് സൂര്യൻ്റെ പ്രസൻറ്റ് ഇല്ലാത്തത് അവിടെ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കാരണത്താലൊക്കെയാണ് നമുക്ക് സീസണൽ ചേഞ്ചസ് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപ്പാരൻറ്റ് പൊസിഷൻ അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രൂപത്തിൽ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം നമ്മൾ തരികയാണ്. നമ്മളൊരു ചെറിയ കഥ പറയുകയാണ്. ഈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്ന ഈ തേർഡ് റീസണെ കുറിച്ച് നമ്മളൊരു കഥ പറയുകയാണ്. ഓക്കെ, നമ്മളെല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ? എങ്ങോട്ടും ഒറ്റയ്ക്കും അല്ലാതൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോയിട്ടുണ്ടാകും. നിങ്ങൾ അതുപോലെ സൂര്യനൊരു യാത്ര പോകുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ സൂര്യനല്ല യാത്ര പോകുന്നത്, എന്നാലും നമ്മൾ സാങ്കല്പികമായിട്ട് അപ്പാരൻ്റ്ലി നമ്മൾ പറയുകയാണ്, ഒരു വർഷത്തിൽ സൂര്യൻ ഇങ്ങനെ യാത്ര പോകാൻ ഉദ്ദേശിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. യാത്ര പോകുന്നത് മാർച്ച് 21 തീയതിയാണെന്ന് സങ്കല്പിക്കുക. നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക, അല്ലെങ്കിൽ മറ്റ് കോളേജുകളിൽ നിന്നോ നമ്മളെ സ്കൂളുകളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത്.
സൂര്യൻ യാത്ര പോകുന്നത് ഭൂമിയുടെ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് നിന്നാണ് യാത്ര പോകുന്നത് സങ്കല്പിക്കുക. ഓക്കെ, നമുക്ക് ഇക്വേറ്ററാണ് ഭൂമിയുടെ ഏറ്റവും സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ, അങ്ങനെ സൂര്യൻ ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, സൂര്യൻ യാത്ര പോകുന്ന ദിവസം എന്ന് പറയുന്നത് മാർച്ച് 21-നാണ്. മാർച്ച് 21-നാണ് സൂര്യൻ യാത്ര പോകുന്നത്. അങ്ങനെ മാർച്ച് 21-ന് യാത്ര പുറപ്പെട്ട സൂര്യന് ജൂൺ 21 എവിടെ എത്തിപ്പെട്ടു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തി. യാത്ര എങ്ങനെ പോയി? അങ്ങനെ മാർച്ചിൽ പുറപ്പെട്ട സൂര്യന്, ട്രാവൽ ചെയ്തു തുടങ്ങിയ സൂര്യന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തിയപ്പോൾ ദിവസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ജൂൺ 21-നാണ് സൂര്യന് എങ്ങോട്ടെത്തിയത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തിയത്. എത്ര മാസം എടുത്തു സൂര്യന് ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്താൻ? സൂര്യൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ. അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ നമ്മൾ പറഞ്ഞല്ലോ. പൊസിഷൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണോ സദേൺ ഹെമിസ്ഫിയറിലേക്കാണോ? യെസ്, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണ് അപ്പാരൻ്റ്ലി പൊസിഷൻ ഓഫ് ദി സൺ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് 21-ന് ഇക്വേറ്ററിൽ നിന്ന് യാത്ര തിരിച്ച് ട്രാവൽ ചെയ്തു തുടങ്ങിയ സൂര്യൻ്റെ പൊസിഷൻ പിന്നീട് പോകുന്നത് എങ്ങോട്ടാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് സൂര്യൻ എത്തിയപ്പോൾ ഏതു മാസമായിട്ടുണ്ട്? ജൂൺ 21 ആയിട്ടുണ്ട് അല്ലേ? 3 മാസം എടുത്തില്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ. 3 മാസമെടുത്ത് സൂര്യൻ എത്തിയത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സൂര്യൻ യാത്ര അവസാനിപ്പിക്കുന്നില്ല. ഓക്കെ, പിന്നീട് സൂര്യൻ്റെ യാത്ര എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് യാത്ര തിരിക്കുകയാണ്. എനിക്കിനി നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് സൂര്യൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? സദേൺ ഹെമിസ്ഫിയറിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ജൂൺ 21-ന് പുറപ്പെട്ട് സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തിരിച്ച് സൂര്യൻ ഇക്വേറ്ററിലേക്ക് വീണ്ടും എത്തിപ്പെടുകയാണ്. ഓക്കെ, സൂര്യന് ഇക്വേറ്ററിലേക്ക് എത്തുന്ന ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 23-നാണ്. ഓക്കെ, മാർച്ച് 21-ന് ഇക്വേറ്ററിൽ നിന്ന് തുടങ്ങിയ യാത്ര സെപ്റ്റംബർ 23 ആയപ്പോഴേക്കും സൂര്യൻ വീണ്ടും എങ്ങോട്ട് തന്നെ എത്തിച്ചേരുകയാണ്? ഇക്വേറ്ററിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഞാൻ എത്തിയ സ്ഥലത്ത് തന്നെയല്ല എത്തിയത് എന്നുള്ള രൂപത്തിൽ സൂര്യൻ യാത്ര അവസാനിപ്പിക്കുന്നില്ല. സൂര്യൻ്റെ ലക്ഷ്യം അങ്ങോട്ടാണ്? സദേൺ ഹെമിസ്ഫിയർ. ആദ്യം നോർത്തേൺ ഹെമിസ്ഫിയർ ആയിരുന്നു. നോർത്തേൺ ഹെമിസ്ഫിയർ മാക്സിമം പോയി, പിന്നെ സൂര്യൻ പോകുന്നത് ട്രാവൽ ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയറിലേക്കാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൂര്യൻ്റെ ട്രാവലിംഗ് എന്ന് പറയുന്നത്. നോക്കുക, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആയപ്പോഴാണ് ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചെത്തിയത്. അപ്പോൾ 6 മന്ത് സൂര്യൻ്റെ പൊസിഷൻ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എവിടെയാണ് സൂര്യൻ്റെ പൊസിഷൻ ഉള്ളത് അവിടെ നല്ല ചൂടുണ്ടാകുന്ന കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി നോക്കുക, യാത്ര അവസാനിപ്പിക്കുന്നില്ല. പിന്നീട് സൂര്യനെ എങ്ങോട്ടാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് സദേൺ ഹെമിസ്ഫിയറിലേക്കാണ്. സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലേക്ക് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിച്ചിട്ട് സൂര്യന് ഡിസംബർ 22-നാണ് സൂര്യൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് സൂര്യൻ എത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വേറ്ററിൽ നിന്ന് സദേൺ ഹെമിസ്ഫിയർ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്ന സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലെ 23.5 ഡിഗ്രി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് എത്തിയപ്പോൾ ഏത് ദിവസമായിട്ടുണ്ട്? ഡിസംബർ 22 ആയിട്ടുണ്ട്. കൃത്യമായി 3 മാസം എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നീട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് എത്തിയ സൂര്യൻ യാത്ര അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും തിരിച്ചു പോവുകയാണ്. എൻ്റെ യാത്ര അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഡിസംബർ 22-ന് ശേഷം യാത്ര ചെയ്ത സൂര്യന് പിന്നീട് മാർച്ച് 21 ആകുമ്പോഴേക്കും ഒരു റവല്യൂഷൻ പീരീഡ് പൂർത്തിയാക്കുകയാണ്. ഇക്വേറ്ററിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഓക്കെ, ഒരു വർഷത്തിൽ 6 മന്ത് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിലും 6 മന്ത് അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്കത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർച്ച് 21-ൽ നിന്ന് യാത്ര തിരിച്ച സൂര്യൻ, ഇക്വേറ്ററിൽ നിന്ന് യാത്ര തിരിച്ച സൂര്യൻ
ജൂൺ 21 ആയപ്പോഴേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എത്തി. അവിടെ നിന്ന് യാത്ര തിരിച്ച സൂര്യന് സെപ്റ്റംബർ 23 ആയപ്പോഴേക്കും ഇക്വേറ്ററിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച സൂര്യന് ഡിസംബർ 22 ആയപ്പോഴേക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ച സൂര്യൻ മാർച്ച് 21 ആയപ്പോഴേക്കും വീണ്ടും ഇക്വേറ്ററിലേക്ക് എത്തി. നിങ്ങൾ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. വർഷത്തിൽ 2 പ്രാവശ്യം ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഓൺ ദി ഇക്വേറ്റർ, ഓക്കെ, ആൻഡ് 1 പ്രാവശ്യം ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആൻഡ് ഡിസംബർ 22 ആകുമ്പോഴേക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കും സൂര്യൻ്റെ പൊസിഷൻ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇതാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി സ്പെസിഫിക് റീസൺ ഓഫ് seasonal changes in our earth? That is a important things to study in our examinations. Okay, the last reason for this seasonal changes is apparent movement of the sun. ഈ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ തന്നെ വാട്ട് ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കി എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഡിയർ സ്റ്റുഡൻസ്, അറ്റ് ലാസ്റ്റ് തിങ് ഈസ് on behalf of the apparent movement of the sun, we have to learn one specific point is, one term is parallelism of the Earth's axis. Okay, the apparent movement of the sun is the last reason for the seasonal changes. On regarding to this point, apparent movement of the sun, we have to learn a specific term is that parallelism of the earth axis. What is parallelism of the earth axis? Do you know about the parallelism? Okay, we understand about the earth's inclination of the earth axis and tilt of the earth axis. Okay, that is parallelism of the earth's axis is the earth maintain its inclination, its tilts throughout its revolution. ഭൂമി റവല്യൂഷൻ പീരീഡിലുടനീളം നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻക്ലിനേഷൻ ടിൽറ്റ് 23.5 ഡിഗ്രി ഫ്രം വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് 66.5 ഡിഗ്രി ഫ്രം ഓർബിറ്റൽ പ്ലെയിൻ, ഈ 2 ഇൻക്ലിനേഷനും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഭൂമി റവല്യൂഷൻ പീരീഡിലുടനീളം ആരെ വലയം വെക്കുന്നത്? ഭൂമി സൂര്യനെ വലയം വെക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. Dear students, do you understand about the term parallelism of the earth's axis? Okay, the earth maintains its tilt throughout its revolution, or the earth maintains its inclination throughout its revolution period. ഭൂമി സൂര്യനെ വലയം വെക്കുന്ന 365 ദിവസവും ഭൂമി അതിൻ്റെ ഇൻക്ലിനേഷൻ ടിൽറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഭൂമി സൂര്യനെ വലയം വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. അറ്റ് ലാസ്റ്റ് ഐ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ് ഈസ് ദാറ്റ് ടുഡേ വി ഡിസ്കസ് അബൌട്ട് ദി 3 major reasons for the seasonal changes in our earth. Okay, do you understand about the 3 reasons? The first basic reason is variations in the amount of sunlight in our earth. Okay, when we coming to the specific reason of seasonal changes in our earth is, the first reason is revolution of the earth's axis. What is revolution? The earth revolves around the sun in an elliptical orbit, that is revolution. The second reason of the seasonal changes is tilt of the earth axis. Our earth is tilted at an angle of 23.5 degree from vertical plane and 66.5 degree from orbital paths. Okay, and third main reason is apparent movement of the sun. Do you understand about the apparent movement of the sun? The sun apparently shifts between Tropic of Cancer and Tropic of Capricorn. Okay, this is the main reason for the seasonal changes in our earth. Lastly, on regarding to the apparent movement of the sun, we learned a new term, that is parallelism of the earth's axis. Dear students, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ജിയോഗ്രഫി ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.